തൊഴിലാളി സംഘടനകളുടെ ആത്യന്തികമായ ലക്ഷ്യം തൊഴിലാളിയുടെ സർവ്വതമായ ക്ഷേമമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ തൊഴിലാളി സംഘടനകളുടെ പൊതുവായൊരു നിലപാടെന്ന് പറയുന്നത് സർക്കാരുകളെ വിമർശിക്കുക, ഭരിക്കുന്ന സർക്കാരിൻ്റെ സ്വന്തം സർക്കാർ വന്നു കഴിഞ്ഞാൽ നിശബ്ദമായിരിക്കുകയും അല്ലെങ്കിൽ അനാവശ്യമായ സമരങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം തൊഴിലാളി മേഖലയിലുണ്ട്. ഭാരതീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് നല്ല കാര്യം ചെയ്താൽ സഹകരിക്കുകയും അതേസമയത്ത് തൊഴിലാളിക്കെതിരായാൽ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഒരു റെസ്പോൺസീവ് കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റിയുള്ള സംഘടനയാണ് BMS. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രബലമായ വിഭാഗമാണ് തൊഴിലാളികൾ. തൊഴിലാളികളുടെ പ്രവർത്തനം, അവരുടെ ജോലി, അവരുടെ ഉൽപ്പാദനം ഇതൊക്കെ തന്നെ രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒരു രാജ്യത്തിൻ്റെ ഭാവിയും വർത്തമാനവും ബോധവൽക്കരണമൊക്കെ തീരുമാനിക്കുന്നത് അവിടുത്തെ തൊഴിലാളി സമൂഹമാണ്. അപ്പോൾ ആ തൊഴിലാളി സമൂഹത്തിനെ നേരായ രീതിയിലേക്ക് നയിച്ച് രാഷ്ട്രഹിതത്തിനും ജനഹിതത്തിനും സമാജഹിതത്തിനും വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ് തൊഴിലാളി സംഘടനയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഭാരതീയ സംഘം തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവകാശങ്ങളുടെ പോരാട്ടങ്ങളോടൊപ്പം തന്നെ ഒരു തൊഴിലാളിയെ ഒരു പൗരനാക്കി വളർത്തിയെടുത്ത് ഒരു മാതൃകാ പൗരനായി എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള സവിശേഷമായ ഗുണങ്ങൾ നൽകിക്കൊണ്ട് പ്രവർത്തനമാണ് BMS പ്രവർത്തിക്കുന്നത്. അത് അനുസ്യൂതം തുടരുകയാണ്. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നട്ടെല്ലായ തൊഴിലാളികൾക്ക് ദിശാബോധം നൽകുന്ന സംഘടന എന്നതിൽ ഭാരതീയ സംഘം ദീർഘകാലമായിട്ട് 1955 തൊട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്തിയ പരിഗണന അച്ചടക്കമുള്ള തൊഴിലാളിയാണ്. എല്ലാവരും പൗരാവകാശത്തെക്കുറിച്ച് പറയാറുണ്ട്, പക്ഷേ പൗരധർമ്മത്തെക്കുറിച്ച് പറയാറില്ല. പക്ഷേ ഭാരതീയ സംഘം പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും എല്ലാം ചോദിക്കോടൊപ്പം തന്നെ ഒരു പൗരൻ്റെ ധർമ്മം എന്തായിരിക്കണം എന്ന് അടിവരയിട്ട് പഠിപ്പിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ സംഘം. അതുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, ആവശ്യങ്ങൾ നേടിയെടുക്കണം, അവന് മാന്യമായ ജീവിക്കാനുള്ള അവസരമുണ്ടാക്കണം, ജീവനില ഉയർത്തണം എന്നുള്ള സവിശേഷമായ ഗുണങ്ങൾ ആവശ്യങ്ങൾ BMSന് ഉണ്ട്. അതിനുവേണ്ടിയാണ് BMS പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ തൊഴിലാളി സംഘടനകളുടെ പൊതുവായ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തൊഴിലാളികളെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത വ്യാപകമായി കാണുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലാണ് കഴിഞ്ഞ 5-6 വർഷക്കാലമായിട്ട് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും തൊഴിലാളി വിരുദ്ധമായ ജനവിരുദ്ധമായ നയങ്ങൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. പക്ഷേ ആ ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CITU, AITC പോലുള്ള തൊഴിലാളി സംഘടനകൾ ഇതുവരെയും ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ ഒരു സമരം പോലും ചെയ്തിട്ടില്ല. അവർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത്. അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമാണ് നിഷേധിക്കുന്നില്ല. സമരം എന്തിനു വേണ്ടിയാണ്? തൊഴിലാളികളുടെ സമഗ്രമായ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. പക്ഷേ ഭാരതീയ മസ്ദൂർ സംഘത്തെ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് ഏത് ഗവൺമെൻറ് സ്വീകരിച്ചാലും അതിനെ അനുകൂലിക്കും. പക്ഷേ എതിരായി വന്നാൽ ശക്തമായി പ്രതികരിക്കും. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രാഷ്ട്രീയം മറന്നുകൊണ്ട് തൊഴിലാളികളുടെ വിശാലമായ വീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയിൽ BMS അതിന് മുന്തിയ പരിഗണന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളി സംഘടനയുടെ അടിസ്ഥാനപരമായ വീക്ഷണത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ കാലഘട്ടത്തിന് അനിവാര്യമാണ്. ആ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി തൊഴിലാളികളെ ബലിയാടാക്കുന്ന ഒരു സമീപനത്തിൽ നിന്ന് തൊഴിലാളി സംഘടന പിന്മാറി തൊഴിലാളികളുടെ വിശാലമായ താല്പര്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യത്തിന് വേണ്ടി, വ്യവസായത്തിൻ്റെ വിശാലമായ താല്പര്യത്തിന് വേണ്ടി കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ രാജ്യത്തെ പുരോഗതി ഉണ്ടാകാൻ കഴിയൂ എന്ന് അടിവരയിട്ട് BMS വിശ്വസിക്കുന്നു. BMS ആരംഭിച്ച അന്നോട്ട് ഇന്ന് വരെ ആ നയത്തിലോ ആ പ്രവർത്തനത്തിലോ ആ സമീപനത്തിലോ ഒന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല. റെസ്പോൺസീവ് ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ലേസുമെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് പോസിറ്റീവ് റെസ്പോൺസീവ് കോപ്പറേഷനാണ്. ഗവൺമെൻറ് തൊഴിലാളികൾക്ക് വേണ്ടി ഗുണം ചെയ്യാൻ വി ആർ സപ്പോർട്ടിങ്, ഗവൺമെൻറ് തൊഴിലാളിക്കെതിരായി വി ആർ ഒപ്പോസിങ്. ആ ഒരു റെസ്പോൺസീവ് കോപ്പറേഷൻ എന്ന നിലപാടാണ് ഭാരതീയ സംഘടന സ്ഥാപകനായ നേതാവ് ശ്രീ സ്വർഗീയ ദത്തോപന്ത് തേങ്കടിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലാണ് BMS മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തൊഴിലാളി പ്രവർത്തന മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാകാൻ കഴിയണം, വലിയ ദിശാബോധം മാറ്റമുണ്ടാകണം, അത് രാജ്യതാല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ആ രീതിയിൽ തൊഴിലാളി പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളി സംഘടനകളും നിലവിലുള്ള ആ ഒരു നയ പരിപാടികളിൽ നിന്ന് മാറി ഒരു പോസിറ്റീവായിട്ടും ഒരു ഭാവാത്മകമായിട്ടും സർഗാത്മകമായിട്ടും രാജ്യവും തൊഴിലാളികളും ജനങ്ങളും എല്ലാം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. ഒരു രാജ്യ പുരോഗതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നശീകരണ പ്രവണതകളും നിഷേധാത്മക നിലപാടുകളും
എല്ലാം തന്നെ ഒരിക്കലും ഗുണം ചെയ്യില്ല. വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ പുതിയ തുടങ്ങാൻ കഴിയുന്നില്ല, തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളൊരു ഭാരതീയ സംഘം നമ്മുടെ രാജ്യത്ത് പറയുന്നത് മാസ് പ്രൊഡക്ഷൻ ഉണ്ടാകണം, പക്ഷേ പ്രൊഡക്ഷൻ ബൈ മാസസ്. എത്ര ആളുകൾക്ക് തൊഴിലവസരം കൊടുക്കും, എത്ര ആളുകൾക്ക് ജോലി കൊടുക്കും, അതുതന്നെയാണ് രാജ്യത്തിൻ്റെ വികസനത്തിലെ എല്ലാ കരങ്ങൾക്കും ജോലി, എല്ലാവർക്കും വരുമാനം, എല്ലാവർക്കും അടിസ്ഥാന സൗകര്യം. ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് ദേശീയബോധമുള്ള തൊഴിലാളികൾക്ക് വ്യവസായം, വ്യവസായികൾക്ക് രാഷ്ട്രം എന്ന ആശയമായി അധ്വാനം ആരാധനയ്ക്കായി പ്രവർത്തിക്കുന്ന ഭാരതീയ സംഘം ഇങ്ങനെ ക്രിയാത്മകമായിട്ടും ഭാവാത്മകമായിട്ടും തൊഴിലാളി മേഖലയിൽ വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ച് രാജ്യത്തെയും ലോകത്തെയും ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയെ മാറാൻ കഴിഞ്ഞത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള BMS മുന്നോട്ട് വെച്ച ആശയത്തിന് ഈ രാജ്യത്തെ തൊഴിലാളികൾ മാത്രമല്ല അന്താരാഷ്ട്ര തൊഴിലാളി സമൂഹം പോലും BMS നിലപാടുകളെ സഹനീയമായിട്ട് അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാന കാലഘട്ടമാണ്. 2025 BMSൻ്റെ 70-ാം വാർഷികമാണ്. ആ 70-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യം മുഴുവൻ എല്ലാ സ്ഥലത്തും എല്ലാ തൊഴിലാളി മേഖലയിലും ഒരു സൃഷ്ടിപരമായ തൊഴിലാളി പ്രവർത്തനത്തിൻ്റെ വലിയൊരു മുന്നേറ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു വരികയാണ്. അതോടുകൂടി രാജ്യത്തെ തൊഴിലാളി മേഖലയിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും തൊഴിലാളിയെ ശക്തിപ്പെടുത്തുകയും സംഘടന ശക്തിപ്പെടുത്തുകയും എല്ലാം രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിശാലമായ നിലപാടിൽ BMS മുന്നോട്ട് പോവാണ്. അതിനുവേണ്ടിയുള്ള ബഹുമുഖമായ കർമ്മപരിപാടികൾ BMS എല്ലാ തലങ്ങളിലും ആലോചിച്ചു വരുന്നുണ്ട്. ഭാരതീയ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 9, 10, 15 തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ തൊഴിലാളി ചരിത്രത്തിലെ പുതിയൊരു ദിശാബോധം നൽകാനുള്ള ഒരു മഹത്തായ സമ്മേളനമാണ് പാലക്കാട് വെച്ച് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായ തൊഴിലാളി മേഖലകളിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ സെമിനാറുകൾ വയ്ക്കുന്നുണ്ട്. ആ രീതിയിൽ എല്ലാ തൊഴിലാളി സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആശയവിനിമയവും ആശയ പോരായ്മയൊക്കെ പരിഹരിച്ചുകൊണ്ട് സമഗ്രമായ തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ 20-ാം BMSൻ്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ വെച്ച് കേരളത്തിലെ തൊഴിലാളികൾ നേരിടുന്ന എല്ലാ മേഖലയിലും തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ വെല്ലുവിളികൾ അതെല്ലാം പരിഹരിക്കാനുള്ള ഒരു ക്രിയാത്മകമായ ഒരു പ്രവർത്തന കർമ്മ പരിപാടി അവിടെ വെച്ച് രൂപം നൽകും. അതോടുകൂടി BMSൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായ മുന്നേറ്റം കേരളത്തിലുണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാ വിഭാഗം ആളുകളുടെയും, വ്യവസായികളുടെയും വ്യാപാരികളുടെയും കച്ചവടക്കാരുടെയും സമൂഹത്തിലെ ആബാലവൃതം ജനങ്ങളും പ്രത്യക്ഷമായ പരോക്ഷമായ തൊഴിലാളി എന്ന നിർവചനത്തിൽ വരുന്ന ആളുകളാണ്. ആ രീതിയിൽ തൊഴിലാളിക്ക് നേതൃത്വം കൊടുക്കാൻ ഭാരതീയ സംഘം കേരളത്തിൽ സജ്ജമാണ്, ഭാരതത്തിൽ സജ്ജമാണ്. അതിനുവേണ്ടി മുഴുവൻ ജനങ്ങളെയും ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്.